പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ ഇതുപോലുള്ള വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. LDCയുടെ അപേക്ഷകർ കുറഞ്ഞാലും ആവേശത്തിന് കുറവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ LDCക്ക് നിലവിലുള്ള ഒഴിവുകളാണ്. കാര്യം ഇപ്പൊ നമ്മുടെ കേരള PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 12,000-ഓളം ഒഴിവുകളാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും LDCയിൽ നിലവിൽ ഇപ്പോൾ 12,000 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നിലവിലുള്ള അപേക്ഷകർ എന്ന് പറയുന്നത് 12,95,446 ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി പരീക്ഷ എഴുതുന്നവരുടെ എണ്ണത്തിലും എന്ത് ചെയ്യും, ഇനിയും കുറവ് സംഭവിക്കും. കാരണം എന്താണ്, കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമല്ല ഈ പറയുന്ന 12,000 എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷ എഴുതുന്നവരിലും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിൽ ഇനിയും കുറവ് സംഭവിക്കും. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു കണക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിനകത്ത് 2019 വിജ്ഞാപന പ്രകാരമുള്ള കൺഫർമേഷൻ വന്നവരുടെ എണ്ണം ഇതിനകത്ത് പറയുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന 2024 ഈ പറയുന്ന LDCയിലേക്ക് അപേക്ഷകർ കുറയാനുള്ള കാരണവും ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ കാരണമായിട്ട് ഇതിനകത്ത് തന്നെ പറയുന്നത് മറ്റൊന്നുമല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, കഴിഞ്ഞ വർഷം വരേണ്ട അപേക്ഷയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരേണ്ട ഈ പറയുന്ന LDCയുടെ അപേക്ഷയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. LDC അങ്ങ് വിട്ടുപോയ ഒരുപാട് പേരും അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിലത്തെ ഇതിന്റെ അപ്പോയിന്റ്മെന്റിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റുകളുടെ എണ്ണത്തിന്റെ കുറവും എന്താണ് LDCയുടെ അപേക്ഷകർ കുറയുന്നതിനുള്ള ഒരു കാരണമാണെന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും അപേക്ഷകർ എത്ര തന്നെ കുറഞ്ഞാലും ഇത്രയും വേക്കൻസികൾ ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷന്റെ കാര്യത്തിൽ യാതൊരു കുറവും ഉണ്ടാകത്തില്ല. കോമ്പറ്റീഷൻ നല്ല രീതിയിൽ തന്നെ നടക്കും. കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വേക്കൻസികളുണ്ട്, ആവശ്യമുള്ളവർ പഠിക്കും, ജോലി വാങ്ങും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ LDCയുടെ നിലവിലത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ പറയും പോലെ കൺഫർമേഷന്റെ ആ ഒരു കാര്യം കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നിലവിൽ നമുക്ക് ഈ പറയുന്ന LDCയിൽ എത്ര പേര് ഓരോ ജില്ലയിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 5 വർഷത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് 2010 മുതൽ 2023 വരെയുള്ള അപേക്ഷകരുടെ എണ്ണത്തിലെ വ്യത്യാസം നിങ്ങൾക്ക് അവിടെ താഴെയുണ്ട്. ഒന്ന് നോക്കിയേ, 2018 13 ലക്ഷം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. 2010 13 ലക്ഷം പേരാണ്. 2013 അത് 15 ലക്ഷം പേരായിട്ട് മാറി. എന്നാൽ അത് 2016 വന്നപ്പോൾ അത് 17 ലക്ഷത്തിലോട്ട് പോയി. 2019 17 ലക്ഷം ഉണ്ടായിരുന്നു. വീണ്ടും 2023 വന്നപ്പോഴത്തേക്കും 12,95,000 മാറി കേട്ടോ. അപ്പൊ എന്തായാലും ഈ പറയുമ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോഴത്തേക്കും 10 ലക്ഷം പേരെ കടുപ്പിച്ച് വരത്തോളന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പൊ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ LDC 2024 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ ആയിട്ടുണ്ട്. ഡെയിലി മെറ്റീരിയൽസ്, ഡെയിലി നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, നമ്മൾ ഡെയിലി എടുക്കുന്ന ക്ലാസ്സുകളുടെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡിജിറ്റൽ നോട്ട്സും മെറ്റീരിയൽസും LDCയിൽ നമ്മുടെ യൂട്യൂബിൽ കൊടുക്കുന്ന LDCയുടെ ക്ലാസിന്റെയൊക്കെ PDF മെറ്റീരിയലും അതുപോലെ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പേയ്മെന്റ് ആണുള്ളത്. 200 രൂപയാണ് അതിന്റെ പേയ്മെന്റ് ആയിട്ടുള്ളത്. ഈ 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നമ്പറിലേക്ക് 9996116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക. സ്ക്രീൻഷോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അതേ ദിവസം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ എന്തായാലും നിങ്ങളുടെ എക്സാം എഴുതുമ്പോഴത്തേക്കും ഈ പറയുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് റിവൈസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഗുണപ്രദമായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മുടെ LDC പരീക്ഷയും LGS പരീക്ഷ എഴുതുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഫെബ്രുവരി മാസത്തിലെ PSCയുടെ ഇന്റർവ്യൂ പ്രോഗ്രാം ആയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫോറൻസിക് ലബോറട്ടറിയിൽ 28 പുതിയ തസ്തികകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നിയമനവും PSCക്ക് കൈമാറിയിട്ടുണ്ട്. കൂടാതെ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഷോർട്ട് ലിസ്റ്റിൽ 58 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ഗ്രേഡ് 2 പരീക്ഷ മാർച്ച് 19 പറയുന്നുണ്ട്. വകുപ്പ് തല പരീക്ഷ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. കൂടാതെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LPSC അതുപോലെ തന്നെ UPSCയിലെ മലയാളം യോഗ്യതയിലെ ആശയക്കുഴപ്പം, അപേക്ഷിക്കാൻ തടസ്സമില്ല, പരിഹാരം സർട്ടിഫിക്കറ്റ് പരിശോധന സമയത്തെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ LP UP അധ്യാപകരുടെ യോഗ്യതയുമായിട്ട് സംബന്ധിച്ച് PSC വിജ്ഞാപനത്തിൽ മലയാള പഠനം സംബന്ധിച്ച പുതിയ ഉത്തരവ് പരാമർശിച്ചിട്ടില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ ഇക്കാര്യത്തിൽ അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. LPSC UPSC തസ്തികയിലെ അപേക്ഷിക്കാനായിട്ട് 2018
മെയ്യിലെ സർക്കാർ ഉത്തരവ് പ്രകാരം +2 ടീച്ചേഴ്സ് അല്ലെങ്കിൽ +2 ടീച്ചർ ട്രെയിനി അതുപോലെ തന്നെ ഡിഗ്രി റെഗുലർ കോഴ്സിലെ ഏതെങ്കിലും മലയാളം അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൽ മലയാളം ഒരു വിഷയമായി പഠിച്ചവരെ എന്ത് ചെയ്യുന്നുണ്ട്, മലയാളം പഠിക്കണമെന്ന് അല്ലെങ്കിൽ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിലവിലൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ അപേക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ LP UP സ്കൂൾ ടീച്ചറിലേക്ക് അപേക്ഷിക്കുന്നതിൽ നിലവിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു വിഷയമായിട്ട് വരത്തില്ല എന്നാണ് ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും വരും കാലങ്ങളിൽ എന്ത് ചെയ്യും, ഈ പറയുന്ന കണക്കിന് ഇപ്പൊ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വന്ന കണക്കിന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, 4 വർഷത്തെ ഡിഗ്രി ഒക്കെ ആക്കിയിട്ടുണ്ട് അല്ലെ. 4 വർഷത്തെ ഡിഗ്രി ആക്കി അതിനുശേഷം അവസാനം എന്ത് ചെയ്തു, BEd എന്ന് പറയുന്ന കോഴ്സ് ഈ പറയുമ്പോൾ ഈ ഡിഗ്രിക്ക് ശേഷം ഇന്റഗ്രേറ്റഡ് ആയിട്ട് 1 വർഷത്തേക്ക് BEd നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നിലവിൽ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം വരുന്ന കാലങ്ങളിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമ്മുടെ കേരള PSCയെയും അതുപോലെ തന്നെ ഈ പറയുന്ന LP UP സ്കൂൾ ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ HSC എക്സാംസിനെയും ഒക്കെ നിങ്ങൾക്ക് അത് ബാധിക്കുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത വാർത്ത എന്ന് പറയുന്നത് PSC ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ബയോമെട്രിക് പരിശോധനയും വരുന്നുണ്ടെന്നാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ബയോമെട്രിക് പരിശോധന നമ്മുടെ സ്വന്തം പ്രൊഫൈലുകളിലായിരിക്കും അവൈലബിൾ ആവുക. പ്രൊഫൈല് ആധാറുമായി ലിങ്ക് ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ബയോമെട്രിക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസ് ഇനി മുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ PSCയുടെ തിരഞ്ഞെടുപ്പ് നടപടികളുടെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ബയോമെട്രിക് പരിശോധനയും അതുപോലെ തന്നെ അഭിമുഖം, ഒറ്റത്തവണ പ്രമാണ പരിശോധന, കായികക്ഷമതാ പരീക്ഷ, അതുപോലെ തന്നെ പ്രായോഗിക പരീക്ഷ, ശാരീരിക അളവെടുപ്പ് എന്നിവയ്ക്ക് മുന്നോടിയായിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഐഡന്റിറ്റി പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ബയോമെട്രിക് സംവിധാനം വരുന്നത്. അപ്പൊ ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെയാണോ ആൾമാറാട്ടം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അല്ലെ അല്ലെങ്കിൽ വരുന്ന ഈ ഒരു കാലങ്ങളിൽ അല്ലെങ്കിൽ മാറി വരുന്ന ഈ ഒരു കാലങ്ങളിൽ എന്താണ് ഉടായ്പകളുടെ എണ്ണവും നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവണം എന്താ ഈ പറയുന്ന ഈ ഒരു ബയോമെട്രിക് സിസ്റ്റം ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന നമ്മുടെ പ്രമാണ പരിശോധനയ്ക്കും ഇന്റർവ്യൂവിനും അതുപോലെ തന്നെ എന്താണ് കായികക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നേയൊക്കെ ബയോമെട്രിക് സംവിധാനം കൂടി നിങ്ങളുടെയൊക്കെ പ്രൊഫൈലുകളിൽ അവൈലബിൾ ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ തീരുമാനം ജനുവരി 10 മുതലുള്ള അഭിമുഖങ്ങൾ ബയോമെട്രിക് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ജനുവരി 10 മുതലുള്ള അഭിമുഖങ്ങൾ, ഇന്റർവ്യൂസ് ഒക്കെ ബയോമെട്രിക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജനുവരി 16 മുതൽ നടത്തുന്ന കായികക്ഷമതാ പരീക്ഷ, 24 മുതൽ നടത്തുന്ന ഒറ്റത്തവണ പ്രമാണ പരിശോധന ഈ സംവിധാനം ഉപയോഗിക്കും. അപ്പൊ എന്തായാലും ഈ സിസ്റ്റം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തവർക്ക് മാത്രമേ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. 65 ലക്ഷത്തിലധികം പേർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. ഭൂരിഭാഗം പ്രൊഫൈലുമായിട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഐഡന്റിറ്റി പരിശോധന നിലവിലുള്ളതുപോലെ തന്നെ തുടരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയും പോലെ എല്ലാവരും എന്ത് ചെയ്യുക, ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. LDCയിലേക്ക് 26 പേർ കൂടി ഉടനെ നിയമനം തിരുവനന്തപുരത്തേക്ക് നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ കേരള ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷോർട്ട് ലിസ്റ്റിലേക്ക് 58 പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ CPO സിലബസിൽ മാറ്റമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്കറിയാം ജനുവരി 1-ാം തീയതി പുതിയൊരു സിലബസ് വന്നിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ച് തന്നെയാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത്. അതിനകത്ത് തന്നെ ഈ IPC, CRPC, എവിഡൻസ് ആക്ട് എന്നീ 3 കാര്യങ്ങളില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റ്സ് ആണ് വരുന്നത്, അതിനകത്ത് സെക്ഷൻസ് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ആ കണ്ടന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ പറയും പോലെ സബ് ഇൻസ്പെക്ടറിനായാലും CPOക്കായാലും ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സിലബസിൽ ഈ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ ക്ലാസ് എടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ യൂട്യൂബിൽ സിവിൽ പോലീസിന്റെ ക്ലാസ്സുമായിട്ട് എടുക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും മെറ്റീരിയൽസും കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട്സ് ആയിട്ട് ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പൊ 500 രൂപയാണ് CPOയുടെ കോഴ്സ് അല്ലെങ്കിൽ WCPO നമ്മുടെ വിമൻ പോലീസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസറിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത്. ഈ പറയുന്ന കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകളുടെയൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിനും അതുപോലെ തന്നെ വീണ്ടും റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന കോഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, 9961169272. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ആ സമയത്ത് അതേ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വാർത്ത എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള 4 തസ്തികകളിലേക്ക് ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറയുന്നു. മെക്കാനിക് ഉൾപ്പെടെയുള്ള 4 തസ്തികയിലേക്ക് സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട്. അഭിമുഖങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ PSC ഈ ആഴ്ച എന്ന് പറഞ്ഞിട്ട് ഈ ആഴ്ച നടത്തിയ പരീക്ഷകളും ഇന്റർവ്യൂസും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ PSC നമ്മുടെ അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് CPO തൃശ്ശൂരിൻ്റെത്, LDC തിരുവനന്തപുരം, LP സ്കൂൾ ടീച്ചറിന്റെ തൃശ്ശൂർ, LP നമ്മുടെ LGS മലപ്പുറത്തിന്റെയൊക്കെ അഡ്വൈസുകളുടെ അപ്ഡേറ്റുകളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും വാർത്തകൾ തന്നെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.